ഫ്രൈഡേ കിച്ചൺ സ്പെഷ്യലിൽ ഇന്നൊരു ചിക്കൻ റെസിപ്പി ആയാലോ. നമ്മളെല്ലാവരും പല വെറൈറ്റിയിലും ചിക്കൻ ഉണ്ടാക്കാറുള്ളവരാണ്. ഇന്ന് ഒത്തിരി സമയമെടുക്കാതെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള കാഷ്യൂ ചെറുള്ളി ചിക്കൻ ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ചെറിയ ഉള്ളി നടുവെ മുറിച്ചത് 1 കപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 6-7 ഉണക്കമുളക് ഇവ ചേർത്ത് വഴറ്റിയെടുക്കണം. ഉള്ളി ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വന്നാൽ മതി. ഇപ്പോൾ ഉള്ളി ചെറുതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 10-15 കാഷ്യൂ നട്ട് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കാഷ്യൂ നട്ടും ഉള്ളിയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കാഷ്യൂ നട്ടും ഉള്ളിയും വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് തണുത്ത ശേഷം നമുക്ക് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇനി സെയിം പാനിൽ തന്നെ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഉള്ളി നന്നായിട്ട് വഴണ്ട് വരുന്നതാണ് പാകം. ഇപ്പോൾ ഉള്ളി നന്നായി വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ചെറിയ തക്കാളി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് വരണം. ഈ ഉള്ളിയിൽ കിടന്ന് തക്കാളി നന്നായിട്ട് വെന്ത് വരുന്നതാണ് അതിൻ്റെ പാകം. ഇപ്പോൾ തക്കാളി നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന അരപ്പൂടെ ചേർത്ത് നന്നായി യോജിപ്പിക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് അരപ്പൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേക്കും പച്ചമണമൊക്കെ മാറി നല്ലൊരു ഗ്രേവി തയ്യാറായി വരും. ഇപ്പം നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. 750 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ചിക്കനിൽ ഈ ഗ്രേവി നന്നായിട്ട് പിടിക്കണം. അതിനായിട്ട് നമുക്കൊരു 5 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഈ ചിക്കൻ ഈ ഗ്രേവി കിടന്ന് ചെറുതായി വെന്ത് വരും. അതോടൊപ്പം ഗ്രേവി ചിക്കനിൽ പിടിക്കുകയും ചെയ്യും. ഇനി നമ്മൾ ചിക്കൻ നന്നായിട്ട് വേകാൻ വേണ്ടി ഇതിലേക്ക് ഒരു കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കുക. ഇപ്പോൾ ചിക്കനിൽ നന്നായിട്ട് ഗ്രേവി പിടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം വറ്റുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കണം. ഇപ്പം വെള്ളമൊക്കെ വറ്റി നമ്മുടെ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകവും, 1 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും, 2 ഏലക്കയും കുറച്ച് കറിവേപ്പിലയും കൂടെ വറുത്ത് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുക.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാഷ്യൂ ചെറുള്ളി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം.